ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായമാണ് നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാമത്തെ അധ്യായം കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ദുര്യോധനൻ ആ യുദ്ധത്തിന്റെ ഗൗരവം പറയുന്നതിന് വേണ്ടി ആചാര്യം ഉപസംഗമ്യ ദ്രോണാചാര്യരുടെ അടുത്തേക്ക് ചെന്നു. ദ്രോണാചാര്യർക്ക് പാണ്ഡവ സൈന്യത്തിന്റെ ബലത്തെക്കുറിച്ച് വിവരിച്ചു പറഞ്ഞു കൊടുത്തു. അർജുനനോടും ഭീമനോടും കിടനിൽക്കുന്ന ഒരുപാട് സൈനികർ അവിടെയുണ്ട്, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം കൗരവപക്ഷത്തെ കുറിച്ച് പരിചയപ്പെടുത്തി. കൗരവപക്ഷത്തിലെ വിദഗ്ധരായിട്ടുള്ള സർവേ യുദ്ധവിശാരദ, യുദ്ധത്തിൽ വിശാരദന്മാരായിട്ടുള്ള സൈനികരെ പരിചയപ്പെടുത്തുന്നു. ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ദ്രോണാചാര്യരോട് പറഞ്ഞു, നമ്മുടെ സർവശക്തിയും ഉപയോഗിച്ച് ഭീഷ്മദേവനെ സംരക്ഷിക്കണം. കാരണം അദ്ദേഹത്തിലാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. നമ്മളെ സംരക്ഷിക്കുന്നത് ഭീഷ്മദേവനാണ്. അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. ഭീഷ്മദേവനാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവ ഏവഹി. എല്ലാവരും ചേർന്ന് ഭീഷ്മദേവനെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഭീഷ്മദേവൻ ദുര്യോധനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ശംഖമെടുത്ത് ഊതി എന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ വലിയ വാദ്യങ്ങളുടെയൊക്കെ കോലാഹലമായി. അതിനുശേഷമാണ് പാണ്ഡവപക്ഷത്ത് ഭഗവാനും അർജുനനും ഒരു വലിയ മഹത്തായിട്ടുള്ള രഥത്തിൽ ഇരിക്കുന്നതായിട്ട് സഞ്ജയൻ പറയുന്നത്. കൗരവപക്ഷത്തെ ശംഖനാദത്തിന്റെ ആ ഒരു ശംഖധ്വനി അവസാനിച്ച സമയത്ത് ഭഗവാനും അർജുനനും അവരുടെ ദിവ്യങ്ങളായിട്ടുള്ള ശംഖങ്ങൾ കുത്തി എന്ന് പറയും. പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമ്മ വൃക്കോധര. അത് കേട്ട സമയത്ത് എല്ലാ പാണ്ഡവർക്കും വലിയ ഉത്സാഹമായി. അവരെല്ലാവരും ഉത്സാഹത്തോടു കൂടി അവരവരുടേതായിട്ടുള്ള ശംഖം ദത്മൗ പൃഥക് പൃഥക് ഓരോ എല്ലാ രാജാക്കന്മാരും പാണ്ഡവപക്ഷത്തിലുള്ള എല്ലാവരും, യുധിഷ്ഠിര മഹാരാജാവ് മുതൽ എല്ലാ രാജാക്കന്മാരും, അനന്ത വിജയം രാജ പൃഥ്വിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവ സുഘോഷ മണിപുഷ്പകോ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സത്യശ്ച പരാജിത സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപദേ. എല്ലാവരും അവരവരുടേതായിട്ടുള്ള ശംഖം ദത്മവും പൃഥക് പൃഥക് അവരവരുടേതായിട്ടുള്ള ശംഖുകൾ മുഴക്കി എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് അർജുനൻ എന്താണ് ചെയ്തത് എന്നാണ് അതിനുശേഷം പറയുന്നത്. അർജുനൻ യുദ്ധം ചെയ്യാൻ തയ്യാറായി. ധനുരുദ്യമ്യ പാണ്ഡവ, തന്റെ ധനുസ്സെടുത്തു. ഗാണ്ഡീവം എന്ന് പറഞ്ഞിട്ടുള്ള ധനുസ്സെടുത്തു. ആ ധനുസ്സെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായി. അർജുനന്റെ ഒരു പ്രത്യേകത കൂടി അവിടെ പറയുന്നുണ്ട് 20-ാമത്തെ ശ്ലോകത്തിൽ. കപിധ്വജ അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവ ഋഷികേശം തഥാവാക്യം ഇതമാഹ മഹീപതേ. ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള അർജുനൻ തന്റെ ഒരിക്കലും അവനാഴിയിൽ നിന്ന് അമ്പൊഴിയാത്ത ആയുധങ്ങൾ ഗാണ്ഡീവം തന്റെ കയ്യിലെടുത്തു. ധനുരുദ്യമ്യ പാണ്ഡവ. അതിനുശേഷം ഭഗവാനോട് ഋഷികേശം തഥാവാക്യം ഇതമാഹ മഹീപതേ. ഋഷികേശനോട് സംസാരിച്ചു. അപ്പോൾ ആദ്യം അർജുനൻ ഭഗവാനോടാണ് സംസാരിക്കുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അർജുന ഉവാച. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ.
കൈർമയാ സഹയോധവ്യം അസ്മിൻ രണ സമുദ്യമേ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. രണ്ട് സൈന്യത്തിന്റെയും നടുക്കിലായിട്ട് നമ്മുടെ രഥം കൊണ്ടുപോയി നിർത്തുക. അച്യുത, അച്യുത എന്നാണ് ഇവിടെ ഭഗവാനെ അർജുനൻ വിളിക്കുന്നത്. അതിനൊക്കെ പ്രത്യേകതയുണ്ട്. അത് ശീലപ്രഭു അത് വിശദീകരിക്കുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ. ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം. ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 21, 22 ശ്ലോകങ്ങളാണ് ഒന്നാമത്തെ അധ്യായത്തിൽ. ശ്ലോകം വായിച്ചോളൂ, ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആയിക്കട്ടെ പ്രഭു. വായിച്ചോളൂ. അതെ. അർജുന ഉവാച. ശ്ലോകം 21. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയാമേ അച്യുത യാതദേവാൻ നിരീക്ഷേഹം യോതുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോത്തവ്യമസ്മിൻ രണസമുദ്യമേ. ഹേ അച്യുത, ചുരി അഥവാ വീഴ്ച പറ്റാത്തവനെ, ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എന്റെ തേർ കൊണ്ടു നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഭാവാർത്ഥം വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശീല പ്രഭാത് കീജയ്. ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായിരുന്നിട്ടും അഹേതുവായ കരുണയാൽ സുഹൃത്തിനെ സേവിക്കാൻ ഒരുങ്ങി. ഭക്തന്മാരോ അത് അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല. അതുകൊണ്ട് ഇവിടെ അച്യുത എന്ന പേര് ഉപയോഗിക്കപ്പെട്ടു. തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ വൈമുഖ്യം കാണിക്കാത്തതിനാൽ അദ്ദേഹത്തെ വീഴ്ചയില്ലാത്തവൻ അച്യുതൻ എന്ന് സംബോധന ചെയ്യുന്നു. തന്റെ ഭക്തന്റെ സാരഥിയാകാൻ സമ്മതിച്ചതുകൊണ്ട് കൃഷ്ണന്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഏതു നിലയിലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്. സർവേന്ദ്രിയങ്ങൾക്കും ഈശനുമാണ്. ഋഷികേശൻ ഭഗവാനും തന്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമധുരവും അത്രേ. ഭക്തൻ എപ്പോഴും ഭഗവത് സേവനത്തിന് ഒരുക്കമാണ്. കൃഷ്ണനാകട്ടെ ഭക്തന് ഏതുവിധമെങ്കിലും സഹായമരുളുവാൻ ഒരവസരം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തന്മാരോട് ആജ്ഞാപിക്കുന്നതിനേക്കാൾ ശുദ്ധ ഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. അദ്ദേഹം പ്രഭുവായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നീങ്ങുന്നു. ഭഗവാനോട് ആജ്ഞാപിക്കത്തക്ക വിധത്തിൽ ഉന്നതനായി ആരുമില്ല. ഒരു സാഹചര്യത്തിലും ച്യുതി സംഭവിക്കാത്ത പ്രഭു ആണെങ്കിലും ഒരു ശുദ്ധഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ദിവ്യാനുഭൂതി അനുഭവിക്കുന്നു. ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന് തന്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. ദുര്യോധനന്റെ പിടിവാശി മൂലം സമാധാനപൂർവമായ ഒരൊത്തുതീർപ്പിനും വഴി കാണാതെ വന്നതുകൊണ്ട് അദ്ദേഹം അതിന് പ്രേരിതനായെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ആരെല്ലാമെന്നറിയുവാൻ അർജുനൻ ഇത്രയും ഉത്കണ്ഠ കാട്ടിയത്. പോർക്കളത്തിൽ എത്തിയ ശേഷം ഒരൊത്തുതീർപ്പിന്റെ പ്രശ്നമേ ഇല്ല. എങ്കിലും അവയെല്ലാം ഒന്നുകൂടി കാണാനും അനാവശ്യമായ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്ന് അറിയുവാനും അർജുനൻ ആഗ്രഹിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ അർജുനൻ ഒരു സൈന്യാധിപൻ, ഒരു സേനാനി, രാജകുമാരൻ, യോദ്ധാവ് എന്നുള്ള നിലയിൽ ഭഗവാന് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. അച്യുത എന്നാണ് ഇവിടെ ഭഗവാനെ അർജുനൻ വിളിച്ചിട്ടുള്ളത്. സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. രണ്ട് സൈന്യങ്ങൾക്കും മധ്യത്തിലായിട്ട്, സേനയോരുഭയോർ, രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് രഥം സ്ഥാപയമേ അച്യുത, രഥം സ്ഥാപിക്കൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് അർജുനൻ നൽകുന്നത്. അർജുനൻ അപേക്ഷിക്കുകയല്ല. കാരണം ആ രഥത്തിൽ അർജുനാണ് പ്രഭു. അന്നേരം ഈ ഭഗവാനാണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അറിയുമോ അന്നേരം? അദ്ദേഹം ഭഗവാൻ
അപ്പോൾ രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തിലായിട്ട് രഥം നിർത്താൻ അർജുനൻ നിർദ്ദേശമാണ് നൽകുന്നത്. താൻ ഒരു രാജകുമാരൻ അല്ലെങ്കിൽ യോദ്ധാവ് എന്നുള്ള നിലയിൽ നിർദ്ദേശമാണ് നൽകുന്നത്, ഭഗവാനോട് അപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അച്യുതൻ എന്ന് ഭഗവാനെ അഭിസംബോധന ചെയ്തു? സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത എന്നാണ്. ചുതി ഒരിക്കലും ചുതിയില്ലാത്ത അതാണ് ഭഗവാൻ. അതെ, യെസ്. നമുക്ക് സംശയങ്ങളും കമന്റ്സും അവസാനം പറയാം ക്ലാസ്സിന് ശേഷം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും. സംശയം ചോദിക്കുന്നതിന് അവസാനത്തെ 10 മിനിറ്റ് സമയമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ എന്തുകൊണ്ട് ഭഗവാനെ അച്യുതൻ എന്ന് അഭിസംബോധന ചെയ്തു, അർജുനൻ അഭിസംബോധന ചെയ്തു എന്നുള്ള കാര്യമാണ് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നത്. ഭഗവാൻ ഏത് പൊസിഷൻ എടുത്തു കഴിഞ്ഞാലും ഭഗവാന്റെ സ്ഥാനത്തിന് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. അല്ലെ, ഭഗവാൻ ഈ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. ഒരു ഭർത്താവിന്റെ സ്ഥാനം, ഒരു പുത്രന്റെ സ്ഥാനം, ഒരു കാമുകന്റെ സ്ഥാനം, ഒരു രാജാവിന്റെ സ്ഥാനം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങൾ. ഇപ്പോൾ ഭഗവാൻ എന്ത് പൊസിഷനാണ് എടുത്തിട്ടുള്ളത്? രഥത്തിൽ തേരാളിയായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അല്ലെ, അർജുനന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കണം. എങ്ങനെയാണ് നിർദ്ദേശം നൽകുന്നത്? യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചാലൊന്നും കേൾക്കില്ല, വലിയ ബഹളമായിരിക്കും. അല്ലെ, വെട്ടുന്നതിന്റെയും കൊലപ്പെടുത്തുന്നതിന്റെയും അലറിന്റെയും കുതിരകളുടെയും ആനകളുടെയും ഒക്കെ വലിയ വലിയ ശബ്ദ കോലാഹലമായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നിർദ്ദേശം നൽകുന്നത് എന്ന് പറയുന്നത്? തേരാളിയുടെ പുറത്ത് ചവിട്ടിക്കൊണ്ടാണ് നിർദ്ദേശം നൽകുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് യുദ്ധത്തിൽ നിർദ്ദേശം നൽകുന്നത്. അപ്പൊ അർജുനന് ഇടത്തോട്ടാണ് പോകേണ്ടതെങ്കിൽ ഭഗവാന്റെ ഇടത്ത് തോളിൽ ചവിട്ടണം. അപ്പോൾ ഭഗവാൻ ഇടത്ത് ഭാഗത്തേക്ക് തിരിക്കും. ഇനി ഭഗവാൻ വലത്തോട്ട് പോകണമെങ്കിൽ വലത്ത് ഭാഗത്ത് ചവിട്ടണം. അങ്ങനെയാണെങ്കിൽ വലത്തോട്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് നിർദ്ദേശം നൽകുന്നത്. അങ്ങനെ സംസാരിച്ചാൽ മാത്രം കേട്ടുകൊള്ളണമെന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒരു നിർദ്ദേശമായിട്ട് സ്വീകരിക്കാൻ ഭഗവാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ അർജുനന്റെ നിർദ്ദേശം കേൾക്കുന്ന സമയത്ത് പ്രത്യേകം ആനന്ദം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദർ വിശദീകരിക്കും. കാരണം എന്താണ്? അവരുടെ ആ ഒരു ബന്ധം ദിവ്യമാണ് എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ എടുത്തെഴുതി വെച്ചിട്ടുണ്ട്. ഭഗവാനും തന്റെ ഭക്തനുമായിട്ടുള്ള ബന്ധം ദിവ്യവും സുമധുരവും അത്രേ എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഭഗവാനും അർജുനനും തമ്മിലുള്ളത്. നമ്മൾ സാധാരണ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ സഹായിക്കുന്ന, നമ്മൾക്ക് മനസ്സിനിണങ്ങിയ ആളുകളെയൊക്കെ നമ്മൾ ഫ്രണ്ട്സായി കണക്കാണ്. അല്ലെ, അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? വിപരീതമായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് മുതൽ ഫ്രണ്ട്സ് അല്ല, അതോടുകൂടി കഴിഞ്ഞു. ഇങ്ങനെയാണ് ഭൗതികമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇച്ഛാദ്വേഷം, നമ്മുടെ ആഗ്രഹം, അതേപോലെ നമ്മുടെ വിദ്വേഷം, ഇതൊക്കെ ആ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും. പക്ഷെ ആത്മീയ തലത്തിൽ അതില്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു ബന്ധം, അർജുനനും ഭഗവാനും തമ്മിലുള്ള ബന്ധം ദിവ്യമാണ് എന്ന് ശ്രീല പ്രഭുപാദർ പറയാൻ കാരണം. ദിവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഗ്രഹവും വിദ്വേഷവും ഇല്ല, അതായത് അസൂയയില്ല. നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും അസൂയ ഉണ്ടാവും, അല്ലെ? അതുകൊണ്ട് നമ്മുടെ ഒരു ബന്ധവും ദിവ്യമാണെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. പ്രേമബന്ധം പോലും ഭൗതിക ലോകത്തിൽ ദിവ്യമാണെന്ന് പറയാൻ സാധിക്കും. കാരണം എന്താണ്? അവിടെ ആഗ്രഹവും വിദ്വേഷവും അസൂയയും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അസൂയുണ്ട്. അസൂയുള്ളത് കൊണ്ട് ഒരു ബന്ധവും ദിവ്യമല്ല. പക്ഷെ ഭഗവാനും അർജുനനും തമ്മിലുള്ള ബന്ധം അസൂയയില്ലാത്തതാണ്. അതുകൊണ്ട് ആ അസൂയയുടെ കലർപ്പില്ലാത്തത് കൊണ്ട്, അസൂയയുടെ കലർപ്പില്ലാതെ ഒരു ശുദ്ധഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കേൾക്കുന്ന സമയത്ത് ഭഗവാന് അതിൽ വലിയ അനുഭൂതിയാണ് ഉണ്ടാവുന്നത്, വലിയ ആനന്ദമാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഭൗതികമായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ
എന്താണ് സംഭവിക്കുന്നത്? അവിടെ വിദ്വേഷം ഉണ്ടാകാം, അവിടെ അസൂയ ഒക്കെ ഉണ്ടാകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, ആ ബന്ധത്തിൽ ഉണ്ടാകാം. അതൊന്നും ഇല്ലാതെ, കലർപ്പില്ലാത്ത ശുദ്ധമായിട്ടുള്ള ആത്മീയ ബന്ധമായതുകൊണ്ടാണ് ഇവിടെ അർജുനന്റെയും ഭഗവാന്റെയും ബന്ധം ദിവ്യമാണ് എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദർ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ആത്മീയമായിട്ടുള്ള എല്ലാ ബന്ധവും ദിവ്യമാണ്. ആത്മീയ ലോകത്തിൽ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ദിവ്യമാണ്. അവിടെ അസൂയയില്ല, അവിടെ വിദ്വേഷമില്ല, അവിടെ മത്സരതയില്ല, അവിടെ മത്സരമില്ല. കാരണം എല്ലാവരും ചേർന്ന് ഭഗവാനെ സേവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ആ സേവനത്തിൽ എല്ലാവരും പരസ്പരം സഹകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവിടെ വിദ്വേഷമോ അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹമോ സ്വാർത്ഥ താല്പര്യമോ മത്സരമോ അസൂയയോ ഇല്ല. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ ബന്ധങ്ങളും, ആത്മീയമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ദിവ്യം തന്നെയാണ്. അതിനൊരു ഉദാഹരണമാണ് ഭഗവാന്റെയും അർജുനന്റെയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ ആ ബന്ധത്തിലും എല്ലാം ഉണ്ടാവും. ആ ബന്ധത്തിൽ ചിലപ്പോൾ ചീത്ത പറഞ്ഞു എന്ന് വരാം, ആജ്ഞാപിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ സ്നേഹത്തിൽ സംസാരിച്ചു എന്ന് വരാം. ഇങ്ങനെയുള്ള എല്ലാ രസങ്ങളും അവിടെയുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള വിദ്വേഷങ്ങൾ ഇല്ലാത്തതുകൊണ്ട്, അസൂയ ഇല്ലാത്തതുകൊണ്ട് ആ ബന്ധം വളരെ മധുരതരമാണ്. വലിയ ആനന്ദമുണ്ടാവും അവർ സംസാരിക്കുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം, ആ ഒരു ആജ്ഞ, അർജുനന്റെ ആജ്ഞ ഭഗവാൻ ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാൻ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അർജുനന്റെ ആജ്ഞ. അപ്പൊ ഭക്തന്റെ ആജ്ഞ നിറവേറ്റുന്നതാണ് ഭഗവാന് കൂടുതൽ സന്തോഷം എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. ഭഗവാന്റെ ആജ്ഞ ഭക്തൻ നിറവേറ്റുന്നതിനേക്കാൾ, ഒരു ശുദ്ധഭക്തൻ ഭഗവാനോട് ആജ്ഞാപിക്കുന്ന സമയത്ത് അത് നിറവേറ്റാൻ ഭഗവാൻ വലിയ സന്തോഷമാണ്, വലിയ ആനന്ദം ഭഗവാൻ അതിൽ അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അച്യുത എന്ന് പറയാൻ എന്താണ് കാരണം? ഭഗവാൻ ഏത് സ്ഥാനത്തിരുന്നു കഴിഞ്ഞാലും ഭഗവാൻ പരമ വിദ്യോത്തമ പുരുഷൻ തന്നെയാണ്. ഭഗവാന്റെ ആ സ്ഥാനത്തിന് ഒരിക്കലും മാറ്റമില്ല. മാറ്റമുണ്ട് എന്ന് നമ്മൾക്ക് തോന്നുന്നതാണ്. ഭഗവാൻ ഭൗതിക ലോകത്തിലേക്ക് വരുന്ന സമയത്ത് ഭഗവാന് ശാപമേറ്റു, ഭഗവാന് കർമ്മങ്ങളുണ്ട്, ഭഗവാനും കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്, അതുകൊണ്ടാണ് ഭഗവാൻ ശാപമേറ്റത് എന്നൊക്കെ ഭഗവാനെ കുറിച്ച് അറിയാത്ത ആളുകൾ സംസാരിക്കും. പക്ഷെ ഇവിടെ പറയുന്നു ഭഗവാൻ അങ്ങനെയുള്ള യാതൊരു നിയമങ്ങളും അനുസരിക്കേണ്ട ആവശ്യമില്ല. ഭഗവാന് ഭൗതിക ലോകത്തിലെ ഒരു കർമ്മവും ബാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ. അങ്ങനെയുള്ള ഭഗവാൻ അതിനൊന്നും വേണ്ടിയല്ല ഓരോ സ്ഥാനങ്ങൾ എടുക്കുന്നത്. ഭഗവാൻ രാജസൂയ യജ്ഞത്തിൽ എല്ലാവരുടെയും പാദം കഴുകുന്ന സ്ഥാനമേറ്റെടുത്തു. അങ്ങനെ ഒരു സേവനം, ഞാൻ എല്ലാവരുടെയും പാദം കഴുകാം, എല്ലാവരെയും സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സേവനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. പരമപുരുഷനാണ്, എല്ലാ ദേവന്മാരും ആരാധിക്കുന്ന വ്യക്തിയാണ്. ശിവവിരിഞ്ചിനുതം, മഹാദേവനും ബ്രഹ്മാവും ഒക്കെ വലിയ തപസ് ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ദേവ അഭ്യസ്യ രൂപസ്യ നിത്യം ദർശന കാംക്ഷണ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഭഗവാന്റെ ആ രൂപം കാണാൻ വേണ്ടി ദേവന്മാർ എത്രയോ കാലമായി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാനാണ് അർജുനന്റെ തേരോടിക്കുന്നത്, രാജസൂയ യജ്ഞത്തിൽ മറ്റുള്ളവരുടെ പാദം കഴുകി സ്വീകരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഏത് സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാലും ഭഗവാന്റെ ആ പൊസിഷന്, പരമപുരുഷൻ എന്നുള്ള സ്ഥാനത്തിന് ഒരു മാറ്റവുമില്ല. അതുകൊണ്ടാണ് ഭഗവാന് അച്യുതൻ എന്നുള്ള പേര് വിളിക്കുന്നത്. ചുതി പറ്റാത്തവൻ, ഒരിക്കലും തെറ്റുപറ്റാത്തവനാണ് ഭഗവാൻ അച്യുതൻ. അതുകൊണ്ട് ഇവിടെ അർജുനനും ഭഗവാനെ അച്യുത, അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഋഷികേശ എന്ന് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാം, എന്റെ മനസ്സിനെ നിയന്ത്രിക്കാനും അങ്ങേക്ക് സാധിക്കും. ഋഷികേശ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത, അങ്ങക്ക് യാതൊരു തെറ്റും പറ്റാത്തവനാണ്, അങ്ങ് എന്നെ നയിക്കണം എന്ന് പറഞ്ഞിട്ട് അർജുനൻ ആ രഥം രണ്ട് സൈന്യത്തിന്റെയും നടുക്ക് കൊണ്ടുപോയി നിർത്താൻ വേണ്ടി ആജ്ഞാപിച്ചു. അത് വളരെ സന്തോഷപൂർവ്വം ഭഗവാൻ ഏറ്റെടുക്കുകയും ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് തന്റെ ഉദ്ദേശം എന്ന് അർജുനൻ തുറന്നു പറയുന്നുണ്ട്. അത് അടുത്ത ശ്ലോകത്തിൽ, 23-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യോത്സ്യമാനാൻ അപേക്ഷേഹം യഏതേ അത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവ. എന്താണ് അർജുനന്റെ ഉദ്ദേശം? എന്തിനാണ് രണ്ട് സൈന്യത്തിന്റെയും നടുക്ക് കൊണ്ടുപോയി രഥം നിർത്താൻ പറഞ്ഞിട്ടുള്ളത്? എന്താണ് അർജുനന്റെ ഉദ്ദേശം എന്ന് ഓപ്പൺ ആയിട്ട് അർജുനൻ പറയുകയാണ്.
അത് നമുക്ക് 23-ാമത്തെ ശ്ലോകത്തിൽ കാണാം. 23-ാമത്തെ ശ്ലോകം വായിച്ചോളൂ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. വായിക്കട്ടെ പ്രഭു. രമാദേവി. ഹരേ കൃഷ്ണ. ശ്രീല ഗുരു പ്രഭാതർ കെ ജയ്. ഓ നമോ ഭഗവതി വാസുദേവായ. യോത്സ്യമാനാനവേകേകം യായേത ഏത അത്ര സമാഗത ധാർതരാഷ്ട്രസ്യ ദുർബുദ്ധി യുദ്ധേ പ്രിയ ചികീർഷവ. അർത്ഥം വായിക്കണ്ട പ്രഭു? വിവർത്തനം മാത്രം മതിയോ? കൃഷ്ണ. വിവർത്തനം. ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ. ഭാവാർത്ഥ. ശ്രീല ഗുരുപ്രഭാതയ്ക്ക് ജയ്. ഭാവാർത്ഥ. ദുര്യോധനൻ പിതാവായ ധൃതരാഷ്ട്രന്റെ സഹായത്തോടെ പാണ്ഡവരുടെ രാജ്യം കൈയടക്കാൻ കുടില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെന്നത് ഏവർക്കും അറിയാവുന്നൊരു രഹസ്യമത്ര. അപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നവരും ഒരുവിധം തൂവലുകളുള്ള പക്ഷികൾ സമാന ചിന്താഗതി ഉള്ളവർ ആയിരിക്കും. ആരെല്ലാം എന്നറിയാൻ മാത്രമാണ് അവരുമായി ഒത്തുതീർപ്പുണ്ടാക്കാനല്ല. ആരെല്ലാം എന്നറിയാൻ മാത്രമാണ് അവരുമായി ഒത്തുതീർപ്പ് ഉണ്ടാക്കാനല്ല. ഹരേ കൃഷ്ണ. യുദ്ധക്കളത്തിൽ വെച്ച് അർജുന ആ യോദ്ധാക്കളെ കാണാൻ ആഗ്രഹിച്ച് താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിന്റെ ബലം എത്രയുണ്ടെന്ന് കണക്കാക്കാമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരാണ്. ശ്രീല പ്രഭുപാദ് എന്നാണ് പേര്. ശ്രീല പ്രഭുപാദരാണ്, ഗുരുപാദരല്ല. അത് നമ്മൾ ശ്രദ്ധിക്കാം. യോക്സ്യമാനാൻ അപേക്ഷേഹം ഏതേ അത്ര സമാഗതാഃ ധർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവ. എന്താണ് അർജുനന്റെ ഉദ്ദേശം? എന്തിനാണ് രഥം രണ്ട് സൈന്യത്തിന്റെയും നടുക്ക് കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞിട്ടുള്ളത്? അത് അർജുനൻ പറയുന്നു, എനിക്ക് ആ ധൃതരാഷ്ട്രപുത്രനായിട്ടുള്ള ദുര്യോധനനെ സഹായിക്കാൻ, അദ്ദേഹത്തിന്റെ പ്രിയം നേടുന്നതിന് വേണ്ടി, അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നൊന്ന് കാണണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത്. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷമ. ആ ദുര്യോധനെ എന്താണ് ഇവിടെ അർജുനൻ പറഞ്ഞിട്ടുള്ളത്? ദുർബുദ്ധേ എന്നാണ്. ദുർബുദ്ധിയായിട്ടുള്ള, ദുഷ്കൃതിയായിട്ടുള്ള, അദ്ദേഹം ചെയ്യുന്നതെല്ലാം ദുഷ്ടതരങ്ങളാണ്. മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദുര്യോധനെ ദുർബുദ്ധി എന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ സഹായിച്ചത് കൊണ്ടും എല്ലാവർക്കും അതിന്റെ പാപം ലഭിക്കും. ദുര്യോധനൻ ദുർബുദ്ധിയാണ്. ദുര്യോധനെ സഹായിക്കാൻ വന്നിട്ടുള്ളവർക്കും ദുര്യോധനന്റെ അതേ ഫലം തന്നെ ലഭിക്കും എന്നുള്ളതിന്റെ സൂചനയാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അപ്പോൾ തെറ്റ് ചെയ്യുന്ന വ്യക്തി മാത്രമല്ല കുറ്റക്കാരൻ, തെറ്റിനെ സഹായിക്കുന്നതും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതുമെല്ലാം കുറ്റമാണ്. അപ്പോൾ ഇവിടെ അർജുനന് സഹായിയായിട്ട് വന്നിട്ടുള്ളത് ആരൊക്കെയാണ്? ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവ. അവരൊക്കെ എനിക്ക് കാണണം. യോച്യമാനാൻ അപേക്ഷേഹം ഏതേത്ര സമാഗതാഃ. ഇവിടെ യുദ്ധത്തിനായിട്ട് വന്നിട്ടുള്ളത് ആരൊക്കെയാണ് എന്ന് എനിക്ക് കാണണം, എന്ന് നേരിട്ട് കാണണം എന്നാണ് അർജുനൻ പറയുന്നത്. അപ്പോൾ ഒരു ദുർബുദ്ധിയായിട്ടുള്ള ഒരു വ്യക്തിയെ, ഒരു ദുഷ്കൃതിയായിട്ടുള്ള വ്യക്തിയെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അതിന്റെ പരിണിത ഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അല്ലെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. തെറ്റ് ചെയ്യുന്നവനെ പിന്തുണയ്ക്കുന്നതും തെറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ ദുര്യോധനെ പിന്തുണച്ചത് കൊണ്ട് അവരുടെ എല്ലാം ജീവിതം അപകടത്തിലായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആരൊക്കെയാണോ തെറ്റിന് കൂട്ടുനിൽക്കുന്നത് അവരെല്ലാം തെറ്റുകാർ തന്നെയാണ് എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ അർജുനൻ നൽകുന്നത്. അപ്പോൾ താൻ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് പോകുന്നത്. യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ് അർജുനന്റെ ഇതുവരെയുള്ള തീരുമാനം. ആ സമയത്ത് അപ്പോൾ ഭഗവാനോട് നിർദ്ദേശം നൽകി, രണ്ട് സൈന്യത്തിന്റെയും നടുക്ക് കൊണ്ടുപോയി രഥം നിർത്തുന്നതിന് അർജുനൻ നിർദ്ദേശം നൽകി. ആ നിർദ്ദേശം കേട്ട സമയത്ത് ഭഗവാൻ എന്താണ് ചെയ്തത്
എന്നാണ് സഞ്ജയൻ 24ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ശ്ലോകം കൂടി വായിക്കാം. സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഭഗവാൻ എന്ത് ചെയ്തു? അർജുനന്റെ നിർദ്ദേശം കേട്ട ഉടനെ ഭഗവാൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 24ാമത്തെ ശ്ലോകത്തിൽ ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം നമുക്ക് വായിക്കാം. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി, വായിച്ചോട്ടെ. യെസ്, ലത മാതാജി പറയും. സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പസ് ബൈ ശ്രീ വ്യക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് കി ജയ്. സഞ്ജയൻ പറഞ്ഞു, ഹേ ഭാരതപുത്ര, അർജുനന്റെ വാക്കു കേട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി. ഭാവാർത്ഥം: ഇവിടെ അർജുനനെ ഗുഡാകേശൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗുഡാകം എന്നാൽ നിദ്ര, നിദ്രയെ ജയിക്കുന്നവൻ. ഗുഡാകേശൻ നിദ്ര അജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. കൃഷ്ണനുമായുള്ള സൗഹൃദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു. പരമഭക്തനാകയാൽ നിമിഷനേരത്തേക്ക് പോലും അദ്ദേഹത്തിന് കൃഷ്ണനെ മറക്കാനാവില്ല. ഭക്തന്റെ സ്വഭാവമാണിത്. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ അയാൾക്ക് കൃഷ്ണന്റെ നാമം, രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അപ്രകാരം ഒരു കൃഷ്ണഭക്തന് കൃഷ്ണനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ നിദ്രയെയും അജ്ഞാനത്തെയും ജയിക്കാം. ഇതിന് കൃഷ്ണാവബോധം അഥവാ സമാധി എന്ന് പറയും. സൈന്യങ്ങളുടെ നടുവിൽ രഥം നിർത്തുന്നത് കൊണ്ട് അർജുനൻ ഉദ്ദേശിച്ചത് എന്തെന്ന് ഏതൊരു ജീവന്റെയും മനോബുദ്ധീന്ദ്രിയങ്ങളെ നയിക്കുന്ന ഋഷികേശനായ കൃഷ്ണന് അറിയാമായിരുന്നു. രഥം നിർത്തിയ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. ഹരേ കൃഷ്ണ, പ്രണാമം. ഹരേ കൃഷ്ണ. താങ്ക് യു ലത മാതാജി. ഹരേ കൃഷ്ണ. സഞ്ജയൻ പറഞ്ഞു ഭഗവാന്റെ പ്രവൃത്തി എന്താണ്, ഭഗവാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ആ ഉത്തമമായിട്ടുള്ള രഥം സാധാരണ രഥമല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. മഹതിസ്യന്തനെ സ്ഥിതോ എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ആ മഹത്തായിട്ടുള്ള രഥം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറയുന്നത് ഉത്തമമായിട്ടുള്ള രഥം. ഉത്തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണമല്ല. തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട് എന്നാണ് അർത്ഥം. തമസ് അല്ലെങ്കിൽ ഇരുട്ട് സൂചിപ്പിക്കുന്നത് ഈ ഭൗതിക ലോകത്തിനെയാണ്. ഭൗതിക ലോകമാണ് ഇരുട്ട് എന്ന് പറയും. തമസോമ ജ്യോതിർഗമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിൽ നിന്നും ആത്മീയ ലോകത്തിലേക്ക് പോകണം എന്നാണ് അർത്ഥം, അല്ലെ? അപ്പോൾ ഉത്തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക ലോകത്തിൻ്റെതല്ലാത്തത്, ഈ തമസായിട്ടുള്ള ഇരുട്ടിന്റെ ലോകത്തിൻ്റെതല്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പൊ ആത്മീയ ലോകത്തിൻ്റെതാണ് എന്നാണ് അർത്ഥം ഉത്തമം. അപ്പൊ ഈ രഥവും ആത്മീയമാണ്. അർജുനന്റെ രഥം, ഭഗവാൻ ഇരിക്കുന്ന രഥം സാധാരണ രഥമല്ല, ഉത്തമമായിട്ടുള്ള രഥമാണ്, ദിവ്യം. അവരുടെ ശംഖുകൾ ദിവ്യമാണെന്ന് പറഞ്ഞു. അവരുടെ രഥം എന്താണ്? ഉത്തമമാണ്, ഭൗതിക ലോകത്തിനും ഉപരിയായിട്ടുള്ളതാണ്. രഥോത്തമം എന്ന് പറയും. സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്വ രഥോത്തമം. ആ ഉത്തമമായിട്ടുള്ള രഥം ഭഗവാൻ തിരിച്ചൊന്നും ചോദിക്കാതെ, അല്ലെ, അർജുനൻ ആജ്ഞാപിച്ചു, ഭഗവാൻ അതേപടി അനുസരിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് അവിടെ നിർത്തുന്നത്? എന്തിനാണ് മധ്യത്തിൽ നിർത്തുന്നത്? ഇവിടെ തന്നെ നിർത്തിയാൽ പോരെ? എന്താണ് നിന്റെ ഉദ്ദേശം? എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത്? ഇങ്ങനെയൊന്നും ഭഗവാൻ ചോദിച്ചില്ല. കാരണം ഭഗവാന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഏവമുക്തോ ഋഷികേശോ, ഭഗവാൻ ഋഷികേശനാണ്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും നാഥനാണ് ഭഗവാൻ. ഓരോരുത്തരുടെയും ഇന്ദ്രിയങ്ങൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഭഗവാൻ അറിയാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. പറയാതെ തന്നെ ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ ഒന്നും ചോദിച്ചില്ല. അർജുനന്റെ ഉദ്ദേശം എന്താണെന്ന് ഭഗവാൻ പറയാതെ തന്നെ അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഋഷികേശൻ എന്ന് പറഞ്ഞത്. ഏവമുക്തോ ഋഷികേശോ, ഏവം ഉക്തോ, ഇങ്ങനെ പറയപ്പെട്ടു. ആരോട് പറഞ്ഞു? ഋഷികേശം. ഋഷികേശനായിട്ടുള്ള ഭഗവാനോടാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് പറഞ്ഞത്? ഗുഡാകേശേന ഭാരത. ഗുഡാകേശനാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡാകേശൻ എന്ന് പറയുന്നത് അർജുനന്റെ മറ്റൊരു പേരാണെന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഗുഡാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമാണ്, അല്ലെങ്കിൽ ഇരുട്ടാണ്, അജ്ഞതയാണ്. ഗുഡാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം, അജ്ഞത. ആ അജ്ഞതയെ വിജയിച്ചവനാണ്
അർജുനൻ എന്ന് പറയും. എങ്ങനെയാണ് അർജുനൻ അജ്ഞതയെ വിജയിച്ചത് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. ഭഗവാനോട് അടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അജ്ഞതയെ വിജയിക്കാം. കാരണം ഭഗവാനെ ഒരിക്കലും അജ്ഞത ബാധിക്കുന്നില്ല. കൃഷ്ണ സൂര്യസമ മായാഹി അന്ധകാരം. കൃഷ്ണൻ സൂര്യനെ പോലെയാണ്, അദ്ദേഹത്തിന് ഒരിക്കലും അന്ധകാരം ബാധിക്കുന്നില്ല. ആ അന്ധകാരം ബാധിക്കാത്ത ഭഗവാനോട് ആരൊക്കെയാണ് അടുക്കുന്നത്, ആരൊക്കെയാണോ ഭഗവാനെ സേവിക്കുന്നത്, അവരുടെ അന്ധകാരവും സ്വാഭാവികമായിട്ടും ഇല്ലാതാകും. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാരുടെ അന്ധകാരം, അജ്ഞാനം സ്വാഭാവികമായിട്ടും ഇല്ലാതാകും. ഭഗവാന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഒരിക്കലും അർജുനനെയും അജ്ഞാനം ബാധിക്കുന്നില്ല ഭഗവാന്റെ കാരുണ്യത്താൽ. അതുകൊണ്ടാണ് അർജുനനെ ഇവിടെ ഗുഡാകേശൻ, അജ്ഞതയെ വിജയിച്ചവൻ എന്ന് പറയും. ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപിത്വ രഥോത്തമം. ആ ഉത്തമമായിട്ടുള്ള രഥം അർജുനനാൽ നിർദ്ദേശിക്കപ്പെട്ടത് കൊണ്ട്, ഗുഡാകേശനാൽ നിർദ്ദേശിക്കപ്പെട്ടത് കൊണ്ട് ഋഷികേശനായിട്ടുള്ള ഭഗവാൻ സേനയോരുഭയോർ മധ്യേ സ്ഥാപിത്വ, അവിടെ സ്ഥാപനം ചെയ്തു, അവിടെ കൊണ്ടുപോയി നിർത്തി എന്നാണ് പറയുന്നത്. ഭാരത എന്ന് പറയുന്നത്. ഭാരത, ഇവിടെ ഭാരത എന്ന് പറയുന്നത് ആരെയാണ്? അർജുനനെ സൂചിപ്പിച്ച് ആരെയാണ്? അർജുനല്ല പ്രഭുജി. അർജുനനെ ഗുഡാകേശൻ എന്നാണ് പറയുന്നത്. ധൃതരാഷ്ട്രരെ. യെസ്. ഇത് ആര് തമ്മിൽ സംസാരിക്കുന്നതാണ്? സഞ്ജയനും ധൃതരാഷ്ട്രനും തമ്മിൽ സംസാരിക്കുന്നതാണ്, അല്ലെ? സഞ്ജയ് ഉവാച എന്നാണ് മുകളിലുള്ളത്. സഞ്ജയൻ ആരോടാണ് പറയുന്നത്? ധൃതരാഷ്ട്രനോടാണ് പറയുന്നത്. ആ ഭാരത എന്നവിടെ വിളിക്കുന്നത് ധൃതരാഷ്ട്രനെയാണ്. ഭാരത എന്ന് വിളിക്കുന്നത്. ആരാരെ വിളിക്കുന്നതാണ്? സഞ്ജയൻ ധൃതരാഷ്ട്രനെ വിളിക്കുന്നതാണ് ഭാരത എന്ന് പറയുന്നത്. ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത, അല്ലയോ ഭാരത, അല്ലേ? ഭരതപുത്ര. ആ ഭരതന്റെ വംശത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഇവരെ എല്ലാവരെയും ഭാരത എന്ന് വിളിക്കുന്നത്. കൗരവ വംശം മുഴുവൻ ഭരതവംശമാണ്, അല്ലെ? ഏത് ഭരതനാണ്? മൂന്ന് ഭരതന്മാർ നമുക്ക് ശകുന്തളയുടെ മകൻ, ദുഷ്യന്തന്റെ മകൻ. യെസ്, ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രനായിട്ടുള്ള ഭരതമഹാരാജാവാണ്, അല്ലെ? വിശ്വാമിത്രന്റെയും മേനകയുടെയും പുത്രിയാണ് ശകുന്തള. ആ ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും കണ്ണു മഹർഷി എടുത്തു വളർത്തിയതാണ് ശകുന്തളയെ. ശകുന്തള പക്ഷികൾ അങ്ങനെ കിടന്ന് കരയുന്നുണ്ടായിരുന്നു ഈ കുട്ടിയുടെ ചുറ്റും. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ശകുന്തള എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നീട് അത് വലിയൊരു കഥയാണ്. ദുഷ്യന്തൻ ശകുന്തളയെ മറന്നു പോകുന്ന കണ്ടത്, അല്ലെ? അപ്പോൾ ആ ഒരു ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രനായിട്ടുള്ള ഭരതമഹാരാജാവ്, അദ്ദേഹം കുരുവംശത്തിൽ വരുന്നതാണ്. അദ്ദേഹം ഭാരതം മുഴുവൻ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഭരതവംശത്തിൽ വരുന്നത് കൊണ്ട് കൗരവരെയും ചിലപ്പോൾ ഭാരത എന്ന് വിളിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ വിളിച്ചിട്ടുള്ളത് സഞ്ജയൻ ധൃതരാഷ്ട്രനെ വിളിക്കുന്നതാണ് ഭാരത എന്നത്. അല്ലയോ ഭരതപുത്ര. ഗുഡാകേശനായിട്ടുള്ള അർജുനന്റെ വാക്ക് കേട്ട് ഋഷികേശനായിട്ടുള്ള ഭഗവാൻ രണ്ട് സൈന്യത്തിന്റെയും നടുക്ക് കൊണ്ടുപോയി രഥം സ്ഥാപിച്ചു. അതിനുശേഷം ഭഗവാൻ സംസാരിക്കുന്നു. ഭഗവാൻ എവിടെയാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്? ഭഗവാൻ ഉവാച എന്ന് കൊടുത്തിട്ടില്ല, പക്ഷെ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് സഞ്ജയൻ പറയുന്നുണ്ട്. എന്താണ് ഭഗവാൻ പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകത്തിലുണ്ട്. ഇപ്പൊ നമുക്ക് സമയമായിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം.